വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതിന് വഴങ്ങിയിട്ടില്ലെന്ന എം മുകുന്ദന്റെ നിങ്ങളെന്ന നോവലിനെ അനാവരണം ചെയ്ത് എം സ്വരാജ് പറഞ്ഞു. ജാതിമത ഭേദമന്യേ ഇങ്ങനെയൊരു സദസ്സിൽ ഒരുമിച്ചിരിക്കാൻ കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും സാധ്യമല്ലെന്നും AP കളക്കാട് പുരസ്കാരം ഏറ്റുവാങ്ങി എം മുകുന്ദനും കൊല്ലത്ത് പറഞ്ഞു. റിപ്പോർട്ട് കാണാം. ഇതോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു. ശേഷം 2 PM ന്യൂസിൽ സിജു സുഗതൻ ചേരും. മുദ്രാവാക്യം വിളിക്കുന്നതും രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നതുമാണ് ഒരു കൃതിയുടെ രാഷ്ട്രീയ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ നമുക്ക് ഇടയിലുണ്ടെന്ന് എം സ്വരാജ് പറഞ്ഞു. എന്നാൽ വളരെ സ്വാഭാവികമായി സാഹിത്യ സൃഷ്ടി പുരോഗമിക്കുകയും അതിലെ ഓരോ വാചകത്തിലും ഓരോ വാക്കിലും അക്ഷരങ്ങൾക്കും കുത്തുകൾക്കും കോമ്പകൾക്ക് പോലും വലിയ രാഷ്ട്രീയ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ടെന്ന് ഓരോ തവണ വായിക്കുമ്പോഴും വായനക്കാരനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന രചനാശൈലിയാണ് എം മുകുന്ദൻ്റേതെന്ന് എം സ്വരാജ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏത് കൃതി എടുത്താലും ഇപ്പോൾ സംക്രാന്തി, അത് ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇന്നലകളിലേക്ക് തിരിച്ചു വെച്ച ഒരു കണ്ണാടിയാണ്. ജാതീയതയുടെ, ഫ്യൂഡൽ മേധാവിത്വത്തിൻ്റെ ഒക്കെ കാൽക്കീഴിലെ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വന്ന മനുഷ്യരുടെ ചെറുത്തുനിൽപ്പുകളുടെയും പോരാട്ടങ്ങളുടെയും എല്ലാം ഒരു ഗാഥയാണ്. ജാതിമത ഭേദമന്യേ ഇങ്ങനെ ഒരു സദസ്സിൽ ഒരുമിച്ചിരിക്കാൻ കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും സാധ്യമല്ലെന്ന് AP കളക്കാട് പുരസ്കാരം ഏറ്റുവാങ്ങി എം മുകുന്ദൻ മറുപടി പറഞ്ഞു. മിണ്ടാത്ത ഒരു ഇന്ത്യയാണ് കേന്ദ്രം ഭരിക്കുന്നവർ ലക്ഷ്യമിടുന്നതെന്നും എം മുകുന്ദൻ ചൂണ്ടിക്കാട്ടി. വർഗീയതയെ ഇല്ലാതാക്കാൻ എഴുത്തുകാർക്ക് കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ ഏത് മൂലയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഏത് കുഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഒരു അധ്യാപകൻ ഉണ്ടാകുമായിരുന്നു. പഴയ കാലത്ത് ഒരു അധ്യാപകൻ ഉണ്ടാകുമായിരുന്നു. ആ അധ്യാപകനായിരുന്നു അവിടെ നാട്ടുപുറത്തിന് മാർഗദർശനം നൽകിയത്. അത് മൂല്യവ്യവസ്ഥയെ വികസിക്കുന്ന ഒരു സമൂഹത്ത് സ്വപ്നം കാണുന്ന ഒരു ജനങ്ങൾക്ക്, പാവങ്ങൾക്ക് ദിശാബോധം നൽകിയത് ഇതുപോലുള്ള അധ്യാപകരായിരുന്നു. ചടങ്ങിൽ പ്രൊഫസർ VN മുരളി അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ KG ബിജു, സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ, കൊല്ലം ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, ചവറ KS പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.